അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു മമ്മി ഫ്രിഡ്ജ് മാഗ്നറ്റ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് മമ്മി വിളിച്ച് കാണിച്ചാണ്. അങ്ങനെ ദേ ചായയൊക്കെ കുടിക്കാൻ എടുത്തെങ്കിലും ആ ചായ എനിക്ക് കിട്ടിയില്ല. കാരണം ചാക്കോയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചാക്കോ മേടിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ദേ പിള്ളേർ പതിവ് പോലെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോമുവിന് ഗോതമ്പ് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ദേ ഗോതമ്പ് ദോശയ്ക്കുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ടോമുവിനെ എൻ്റെ കൂടെ ഇങ്ങ് കൊണ്ടുപോകുന്നു. കാരണം ഇവർ പാച്ചുവിനെയും ടോമിനെയും അടുത്തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര പിരിപിരിപ്പാണ് കേട്ടോ. അപ്പോൾ ടോമു ഇല്ലെന്ന് കണ്ടപ്പോൾ 2 പേരും ദേ ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ ദേ 3 പേരെ ഞാനിവിടെ നിരത്തി ഇരുത്തിയിട്ടുണ്ട്. ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ചാക്കോച്ചൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ആകെ വേദനയാണ്. പക്ഷേ പനിയൊക്കെ മാറി കേട്ടോ. ഈ പനിക്കൊരു ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെ ഡോൺ ചേട്ടനും വീണു കേട്ടോ. ഡോൺ ചേട്ടനും പനിയായിട്ടാണ് ഇന്ന് വൈകുന്നേരം വന്നത്. ഒട്ടും വയ്യാണ്ട് അപ്പം തന്നെ കയറി കിടന്നുറങ്ങി. അപ്പോൾ വൈകുന്നേരം തൊട്ട് മമ്മീയും ഡിംപിളും ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് ആർക്ക് വന്നാലും കുഴപ്പമില്ല ഡിവൈന് വന്നാൽ പെട്ടുപോകും. കാരണം പിള്ളേർ എൻ്റെ അടുത്തുനിന്ന് മാറില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഡിവൈന് വന്നാൽ പെട്ടുപോകും. ഞാൻ ആലോചിക്കുക ഇപ്പോഴേ ഞാൻ ടെൻഷൻ അടിച്ചു തുടങ്ങി. ദൈവമേ എനിക്കെങ്ങാനും വന്നാൽ ഞാൻ പെട്ടുപോകുമല്ലോ മാതാവേ എന്ന്. ഈ ചെറുതുണ്ടല്ലോ കാണുന്ന പോലെയൊന്നുമല്ല. എന്താ പറയുക ഫോണിലൊരു സ്കിപ്പ് പാഡ് വന്നാൽ പോലും ഡോൺ ചേട്ടനെ കൊണ്ട് തൊടിയിക്കില്ല. അതിന് ഞാൻ തന്നെ ചെല്ലണം. അത് ഞാൻ പരിയപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പോലും എന്നെ തിരിച്ച് കൊണ്ടുവരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ദൈവമേ അങ്ങനെ എങ്ങാനും എനിക്കൊരു അവസ്ഥ വന്നാൽ ഞാൻ പെട്ടുപോകുമല്ലോ എന്ന്. ഡോൺ ചേട്ടൻ വന്ന സ്ഥിതിക്ക് ഒബ്വിയസ്ലി എനിക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ആദ്യം ഡിംപിള് പിന്നെ മമ്മി ഇതേ ഇപ്പോൾ ഡോൺ ചേട്ടൻ. ഞാനും ഡാഡിയാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഞാൻ ചപ്പാത്തിയും കടലക്കറി അങ്ങനെ പലരും പലതാണ് കഴിച്ചത്. ഡോൺ ചേട്ടൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അടുക്കളയൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നിറച്ച് സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവാൻ റെഡിയായി. അപ്പോഴാണ് മമ്മീനെയും ഡിംപിളും മിസ്സിംഗ് ആണ്. എവിടെയാണെന്ന് ഞാൻ നോക്കാൻ പോയാണ്. കാരണം സോഫയിലില്ല. സോഫയിൽ പിള്ളേരേ ഉള്ളൂ കേട്ടോ. ദേ ഡാഡി തുടരും സിനിമ കണ്ടു. അപ്പോഴാണ് ദേ ഡിംപിളും മമ്മിയും ഭയങ്കര കാര്യമായിട്ടുള്ള അന്വേഷണത്തിലാണ്. ഡിംപിള് നാളെ ബർത്ത്ഡേ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് സാധനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി കാലിലെ ബാൻഡേഡ് ചേച്ചി പറിച്ചു കളഞ്ഞു. ഞാനും മമ്മിയും നല്ല ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം ഡിംപിളിന് ഞാൻ ചെയ്തു തരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ പിള്ളേരുടെ ആ ഇരുന്ന ഇരിപ്പിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്താണ് കേട്ടോ. നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. അവരെ ഇങ്ങനെയൊന്നും കിട്ടില്ല. ഇന്ന് എന്താണോ നല്ല സമയമായിരുന്നു എന്ന് തോന്നുന്നു. വളരെ നല്ല കുട്ടികളായിട്ട് ഇരുന്ന് തന്നു. ഭക്ഷണം പാച്ചു കഴിച്ചില്ല. പാച്ചുവും ചാക്കോയും ദോശ കഴിച്ചില്ല. ചാക്കോ ചോറുണ്ടു. തോമു ദോശ കഴിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഹോർലിക്സ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഷേക്ക് കൊടുക്കും. അവർക്ക് എന്താണോ ആ നിമിഷം ചോദിക്കുന്നത് അത് കൊടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു എനിക്കൊരു കാപ്പി വേണമെന്ന്. വീണ്ടും വന്നു. അപ്പോൾ മമ്മി ചോദിച്ചപ്പോൾ മമ്മിക്കും കൂടെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ കാപ്പി തരുമെന്ന് ചോദിച്ചപ്പോൾ മമ്മിക്ക് കിട്ടും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബൈ.